ഹായ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അഭിരാമിൻ്റെ പാരൻസ് ആണ്. അഭിരാം ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് പോകുന്ന ഒരു സ്റ്റുഡൻ്റാണ്. ജർമ്മനിയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയ TU ഡ്രെസ്ഡനിൽ ഹൈഡ്രോ സയൻസ് എന്ന് പറയുന്നൊരു മാസ്റ്റേഴ്സ് കോഴ്സിനാണ് അഭിരാം പോകുന്നത്. സോ ഹാപ്പിയാണോ മോൻ ജർമ്മനി? വളരെ സന്തോഷമുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ മക്കളെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ BTech കഴിഞ്ഞ സമയത്ത് MS പഠിക്കണം എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ആദ്യം നോക്കിയത് UK ആയിരുന്നു. പിന്നെ അങ്ങനെയാണ് ജർമ്മനിയിൽ എത്തിപ്പെട്ടു. ജർമ്മനി അങ്ങനെ വന്ന സമയത്ത് നമ്മളൊരു നല്ല ഒരു ഏജൻസി അന്വേഷിച്ച സമയത്ത് അഭിരാം തന്നെയാണ് പറഞ്ഞത് സ്കൈഹോക്കിനെ കുറിച്ച്. ഓക്കെ. ഫ്രണ്ട്സ് അല്ലേ? അതെ, ഫ്രണ്ട്സ് പറഞ്ഞതാണ്. അപ്പോൾ അഭിരാമിൻ്റെ ഓൾറെഡി അവിടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, സ്കൈഹോക്ക് വഴി പോയ ഫ്രണ്ട്സ് ഉണ്ട്. അവർ കൊടുത്ത ഫീഡ്ബാക്ക് പ്രകാരമാണ് നമ്മൾ എത്തിപ്പെട്ടത്. ഓക്കെ. ഇതുവരെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ വളരെ സ്മൂത്താണ്. ഏത് സമയം വിളിച്ചാലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് ഇതിൽ ശരൺ എപ്പോഴും നാം സംസാരിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ഒക്കെ നല്ല ഫീഡ്ബാക്കാണ്. ഓക്കെ. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല, ടെൻഷൻ വേണ്ടി വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ അപ്പോൾ ആൻസർ നമുക്ക് അവൈലബിൾ ആണ്, എപ്പോഴും അവൈലബിൾ ആണ്. അതാണ് പ്രത്യേകത. കാരണം കുട്ടികളുടെ സ്വപ്നത്തിന്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതല്ലേ അച്ഛനും അമ്മയും ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ ഈ സ്കൈഹോക്കായിട്ട് നമുക്കൊരു വളരെ സഹായം. ഓക്കെ. അപ്പോൾ മകനിപ്പോൾ വേറൊരു രാജ്യത്തിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് തോന്നുന്നത്? അതായത് ഇത്രയും നാളും കൂടെ നിന്നിരുന്ന് അതായത് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ദൂരെ പോകുമ്പോഴത്തേക്കും ആ ഒരു ഹോം സിക്നെസ് അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യുമോ? ഇത് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച് അത് ശരിക്കും ഉണ്ട്, അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചിയിൽ കുറേ കാലമായിട്ട് ഒരു 5 വർഷമായിട്ട് കൊച്ചിയിലാണുള്ളത്. എന്നാലും പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് പോകുന്ന സമയത്ത് നമുക്കൊരു വിഷമമുണ്ട്. എന്നാലും ഇവർ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടികളുടെ സ്വപ്നത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പാരൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. അതിന് അവൻ്റെ കൂടെ നിന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ അവന് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുക. ഓക്കെ. ബാക്കിയൊക്കെ നമ്മൾ വിധിക്ക് വിട്ടുകൊടുക്കുക. ഓക്കെ. ഹാപ്പിയാണോ? ഓക്കെ. നമ്മുടെ സർവീസിൽ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ്? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ അഭിരാം പറഞ്ഞ സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതുവരെ നമുക്ക് പരിചയമില്ലാത്ത ഒരു ഏജൻസി. പക്ഷേ പിന്നെ ശരണുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് നമുക്കൊരു ആത്മബന്ധമുള്ള ഒരാൾ സംസാരിക്കുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് വന്നിരുന്നു. എല്ലാം തുറന്ന് സംസാരിക്കാനും ഏത് സമയം വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാ സംശയങ്ങളും അത് ക്ലിയർ ആവുന്ന രീതിയിൽ പറഞ്ഞ് തരുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും വളരെ സ്മൂത്താണ്. ഇപ്പോൾ വരെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോഴും വളരെ ഡ്രൈവിങ്ങിലാണ്. ആ സമയത്ത് വണ്ടി നിർത്തി അറ്റൻഡ് ചെയ്യാനും നമ്മളെല്ലാ സംശയം തീർക്കാനും ശരണൊരു മടിയുണ്ടായിട്ടില്ല. അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. ഒരു പുതിയൊരു കൺട്രിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നമ്മുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. അതൊക്കെ ദൂരീകരിക്കുന്നതിൽ വളരെ സമർത്ഥമായി തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്ന രീതിയിൽ ശരണം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. വളരെ സന്തോഷമുണ്ട് കാര്യത്തിൽ. അപ്പോൾ നമ്മുടെ സ്കൈഹോക്കിനെ ഇനി മറ്റ് സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും ഒരു മടിയില്ല. നമുക്ക് ഇതുവരെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും അഭിരാമനും പറഞ്ഞ പ്രകാരം തന്നെ നമ്മൾ ആദ്യമൊക്കെ സംശയം ഉണ്ടായിരുന്നെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സമയത്തും നമ്മൾ വിസയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ടൈം ബൗണ്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലും ഒക്കെ ഇതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സംശയം വേണ്ട. ഒരു കുട്ടിക്ക് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഏജൻസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഓരോ പാരൻറ്റിനുള്ള ഓരോ സംശയങ്ങളും നമ്മൾ കറക്റ്റ് ക്ലാരിഫൈ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ട്രസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അതാണ്. അപ്പോൾ നമ്മളൊരാളോട് പറഞ്ഞു, എനിക്ക് ഇനിയിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ എൻക്വയറി ആയിട്ട് വരുന്ന സമയത്ത് എനിക്ക് ആദ്യം ചൂണ്ടിക്കാണിക്കുന്ന ഏജൻസി ഇത് തന്നെയാണ്. ഓക്കെ. അത് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. അഭിരാമിനി ജർമ്മനിയിൽ എത്തിയാലും അവിടെ നമ്മുടെ ടീമുണ്ട്. ഇപ്പോൾ ശരൺ സാറായാലും അർജുൻ സാറായാലും അവരവിടെ തന്നെയാണ് നിൽക്കുന്നത്. സോ അവിടെ ചെന്നിട്ട് ഇനി എന്ത് ഹെൽപ്പിനും അഭിരാമിന് നമ്മുടെ എല്ലാ അസിസ്റ്റൻസും ഉണ്ടാകുന്നതായിരിക്കും. തീർച്ചയായിട്ടും. അത് പിന്നെ ഇന്നലെ ശരണ് സംസാരിച്ച സമയത്ത് ശരൺ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇവൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പോവുക, അങ്ങനത്തെ കൺഫ്യൂഷനൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ശരണ സംസാരിച്ച സമയത്ത് അതിലൊന്നും ഒരു പ്രയാസം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രയാസം ഉണ്ടാവില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ടീമുണ്ട്. അഥവാ ശരണില്ലെങ്കിൽ അവരുടെ ടീം അവിടെ ഉണ്ടെന്നും അവന് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അവിടെ അവർ ചെയ്തു കൊടുക്കുന്നൊക്കെ പറഞ്ഞു. അതിന് വലിയൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംസാരം കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ തീരുന്ന രീതിയിലാണ് നല്ല സംസാരിച്ചത്. വളരെ സന്തോഷമുണ്ടായിരുന്നു. ഞങ്ങളുടെ ധൈര്യം തന്നെയാണ് ശരണം അവരുടെ ടീം അവിടെ ഉണ്ട് എന്നുള്ളത്. നമ്മുടെ ഒരു USP തന്നെയാണ്. അതായത് നമ്മൾ ജർമ്മനിയിലുണ്ട്,
നമ്മൾ ത്രൂ വരുന്ന സ്റ്റുഡൻസിന് നമുക്ക് അവിടെ നിന്ന് തന്നെ അസിസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നമ്മളെ ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ തീർച്ചയായും സന്തോഷമുണ്ട് കാര്യത്തിൽ. അഭിരാമിൻ്റെ വിസ വന്നിട്ടുണ്ട്. അഭിരാം ഉടനെ തന്നെ ഫ്ലൈ ചെയ്യുന്നുണ്ട്. സോ എല്ലാം നല്ല രീതിയിൽ വരട്ടെ. താങ്ക് യു. ഓക്കെ.